കൊല്ലം മൈലാക്കാട് ദേശീയപാത തകർന്നതിൽ അന്വേഷണം പ്രഖ്യാപിച്ച NHAI 3 അംഗ സംഘം അന്വേഷണം നടത്തും. ഇന്നു തന്നെ അന്വേഷണം തുടങ്ങാനാണ് കലക്ടറുടെ നിർദ്ദേശം. കലക്ടർ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അപകട കാരണം സംബന്ധിച്ച നിർമ്മാണ കമ്പനിയോ ദേശീയപാത അതോറിറ്റിയോ വിശദീകരണം നൽകിയില്ല. ഈ മാസം 8-ന് മുൻപ് സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന് നിർമ്മാണ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും യോഗത്തിൽ ഉറപ്പു നൽകി. അതേസമയം പാത ഇടിഞ്ഞു താഴ്ന്നതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. അർജുൻ പില്ലാടുണ്ട് വിവരങ്ങളുമായി. അർജുൻ, വലിയ ദുരന്തം സംഭവിക്കേണ്ടതായിരുന്നു. അതിലൂടെ ഒരു ഓട്ടോക്കാരൻ കുട്ടികളുമായി പോവുകയും ചെയ്താണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. എന്താണ് അവിടെ അർജുന് കാണാനായത്? അർജുൻ, അതീവ ഗുരുതരമായിട്ടുള്ള അപകടം തന്നെയാണ് മൈലക്കാട് സംഭവിച്ചിട്ടുള്ളത്. അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള ഒരു അപകടം എന്ന് വേണം നമുക്ക് ഇതിനെ പറയാൻ വേണ്ടി, അങ്ങനെ വേണം നമ്മൾ ഇതിനെ പറയാൻ. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഈ അപകടത്തിൽ ഇപ്പോഴെന്തായാലും അന്വേഷണം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉൾപ്പെടെയുള്ള അന്വേഷണം നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപാണ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും ബന്ധപ്പെട്ട നിർമ്മാണ കമ്പനിയുടെയും ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരുമൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗം ജില്ലാ കളക്ടറേറ്റിലേക്ക് കഴിഞ്ഞത്. ആ യോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ 3 അംഗ ടീം അല്ലെങ്കിൽ 3 അംഗങ്ങളുള്ള ടീം ഉൾപ്പെടെ ഇതിൻ്റെ അന്വേഷണം നടത്തുമെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു അപകടം തന്നെയാണ്. ഭാഗ്യം അതൊന്നുകൊണ്ട് മാത്രമാണ് വലിയ ഒരു ദുരന്തം ഉണ്ടാവുന്നത് ഒഴിവായത്. സ്കൂൾ ബസ് ഉൾപ്പെടെ കടന്നു പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞ് താഴുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്തെ സന്ദർഭോചിതമായിട്ട് ഇടപെടലിൻ്റെ ഭാഗമായ കുട്ടികളെ ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. മറ്റ് 3 കാറുകളും ആ സ്ഥലത്ത് ഉണ്ടായതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഓരോ ഘട്ടമായി മണ്ണ് ഇടിഞ്ഞ് താഴുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ പറയുന്ന പ്രദേശത്തിൻ്റെ മണ്ണോ അവിടുത്തെ ഭൂമിയുടെ സ്വഭാവമോ ഒന്നും തന്നെ പഠിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ധാരണയില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയത് എന്നുള്ള ആക്ഷേപമുണ്ട്. അതുപോലെ തന്നെ ഈ എംബാങ്ക്മെൻറ്റിനിടയിൽ നിറച്ചിട്ടുള്ള മണ്ണ് എക്കൽ മണ്ണാണ് എന്നുള്ള ആക്ഷേപം കൂടി നാട്ടുകാർ ഉയർത്തിയിരുന്നു. പ്രഥമദൃഷ്ട്യാ തന്നെ ഇതിനകത്ത് ആ നാട്ടുകാരുടെ ആക്ഷേപം ശരിയാണ് എന്ന രീതിയിലാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും വിശദമായ രീതിയിലുള്ള അന്വേഷണം നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മന്ത്രി KN ബാലഗോപാലും J ചിഞ്ചുറാണി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ വിവരങ്ങൾ നൽകിയത്. മന്ത്രിമാരടക്കം അവിടെ എത്തിയിരുന്നു.